ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പുട്ടുണ്ടാക്കി നോക്കിയാലോ. ഇന്നത്തെ എൻ്റെ പ്രഭാത ഭക്ഷണം ഇതാണ്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും തരി ജീരകം പൊടിച്ചിടും കേട്ടോ, കയ്യിൽ തന്നെ വെച്ച് തിരുമ്മിയിട്ടിടും. അപ്പോൾ ഞാൻ എടുത്തേക്കണ പൊടി അരിപ്പൊടിയല്ല, ഇത് നല്ല ചോളപ്പൊടിയാണ്. അത് എടുത്തു, അതിൽ കുറച്ച് ജീരകം ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. ഞാൻ എപ്പോഴും കുറച്ച് നാളികേരം കൂടി ചേർക്കും. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നാളികേരപ്പാലിലൊന്നും നനഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ അതിട്ട് നല്ലപോലെ തിരുമ്മി അതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് സാധാരണ പുട്ടിന് നനയ്ക്കണ പോലെ നമ്മൾ നനയ്ക്കുക. എല്ലാവർക്കും അറിയാലോ പുട്ടിന് എങ്ങനെയാണ് നനയ്ക്കുക എന്നുള്ളത്. എന്നിട്ട് അങ്ങനെ നനച്ചെടുത്തതിന് ശേഷം ഇത് നനച്ചെടുക്കാൻ കുറച്ച് നേരം പിടിക്കും കേട്ടോ. അപ്പോൾ അതിനിടയിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒന്നും മടിക്കാത്ത ഒരു ലൈക്ക് ഇട്ടോളൂ. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതുക. കമൻറ്റ് ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ് നിങ്ങൾക്ക് തോന്നിച്ചാൽ അതും എഴുതാം കേട്ടോ, ഒരു വിരോധമില്ല. അപ്പോൾ പുട്ടിൻ്റെ നനച്ചെടുത്തതിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാം. ഈ പുട്ടിൻ്റെ നനവ് എത്ര വേണമെന്നുള്ളതിന് ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ചെറിയ ഉണ്ടയാവണം. അതാണ് പുട്ടിൻ്റെ പാകം, നനവിൻ്റെ പാകം. നമ്മളൊന്ന് പതുക്കെ അമർത്തി വെക്കുമ്പോൾ ഉണ്ട പോലെ ആയിട്ട് കിട്ടുന്നത്, അതാണ് പാകം കേട്ടോ. പിന്നെ പുട്ടിൻ്റെ കണ വെച്ചിട്ട് അല്ലെങ്കിൽ ചിരട്ട പോലത്തെ ഇപ്പോൾ മേടിക്കാൻ കിട്ടുമല്ലോ, ചിരട്ടപ്പുട്ടാണെങ്കിൽ ഇത് വളരെ ടേസ്റ്റായിരിക്കും. ചിരട്ടയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ മാത്രമാണ്. അതിൽ ആവശ്യത്തിന് നാളികേരം ഇടുക. എന്നിട്ട് നമ്മൾ ഈ നനച്ച് വെച്ചാണ് പൊടി എടുത്തിട്ട്, ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണേ. എന്നിട്ട് ആ പൊടി എടുത്തിട്ടു, അതിൻ്റെ മീതയും കുറച്ച് നാളികേരം ഇട്ടുണ്ട്. ഞാൻ ഒരു നാളികേര പ്രാന്തിയാണെന്ന് എപ്പോഴും പറഞ്ഞിട്ട് കളിയാക്കും എന്നെ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ നല്ല ആരോഗ്യത്തിന് വളരെ നല്ലൊരു സാധനമാണ്. നമ്മളെന്നും അരിപ്പുട്ട് കഴിച്ച് മടുക്കുകവർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ ഒരു നല്ല ചോയ്സാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുക. സ്കൂളിൽ നിന്ന് ചോളത്തിൻ്റെ ഉപ്പുമാവ് കഴിച്ച രുചി പലരുടെ മനസ്സിലുണ്ടാവില്ലേ. എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ്, ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. എല്ലാവരും പറയണേക്കാൾ നല്ല ടേസ്റ്റാണെന്നുള്ളത്. ഇനി ഒരു ദിവസം എനിക്ക് ഉണ്ടാക്കി നോക്കണം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ചോളത്തിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. അതിനെപ്പറ്റി ഞാൻ ഒരു 1 മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുഡിൻ്റെ വെറൈറ്റി മാറ്റുന്നത് നല്ലതല്ലേ, അരി ഭക്ഷണത്തിന് പകരം വേറെ ചില കാര്യങ്ങളും. അപ്പോൾ ഈ മില്ലറ്റ് വർഗ്ഗത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ഗുണമുള്ളതാണ്. സെറീൽസും മില്ലറ്റും വളരെ ഗുണമുള്ളതാണ്. അപ്പോൾ ഈ പുട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല മഞ്ഞ നിറത്തിൽ നല്ല രസമാണ് കാണാൻ. പ്രത്യേക സ്മെല്ലും ഉണ്ട് അതിന്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളും പാട്ടും കവിതയും എല്ലാമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തും. അത് കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും എല്ലാം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ സസ്നേഹം ഇവിടെ പറയുന്നു. അമ്മു PM കോങ്ങാട്ടിൽ.